ഹായ്, ഇന്ന് റിപ്പയറിങ്ങിനായിട്ട് കിട്ടിയുള്ളത് സാംസങ്ങിൻ്റെ A51 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഡിസ്പ്ലേ സംബന്ധമായിട്ട് ഇത് ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഇത് അറിയാത്ത ആളുകൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്നാലും കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കുമ്പോൾ നമുക്കിത് ഓണായി വരും. ഓണായി ഇതിൻ്റെ ലോഗോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിക്കും. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ബ്ലാങ്ക് ആവും. പക്ഷേ ഫോൺ ഓഫ് ആവുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഫോൺ വർക്കിംഗ് ആയിരിക്കും. കോൾ വരും, നമുക്ക് ടച്ചൊക്കെ എന്ത് ചെയ്യും, വർക്കാവും. കോൾ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടച്ച് വർക്ക് ചെയ്ത് ആ കോൾ എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് സാധാരണ വരുന്നത് ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു മറ്റെന്തെങ്കിലും ബോർഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണ് എന്നൊക്കെ. പക്ഷേ ഇത് A51 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. ഇതുപോലെ ലോഗോ കാണിക്കുക, ഇനി കുറച്ച് കഴിഞ്ഞാൽ നേരെ ബ്ലാങ്കായി പോകും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, ഫോൺ ഓഫായിട്ടില്ല, ഇതിപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ വർക്കിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരെ സ്ക്രീനിൽ നോക്കിക്കോ. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്ററി കണക്ടർ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കാം. ബാറ്ററി കണക്ടർ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിസ്പ്ലേ കണക്ടർ നോക്കാം. ഡിസ്പ്ലേ കണക്ടർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഡിസ്പ്ലേ കണക്ടറിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സബ് ബോർഡിലോ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സൊല്യൂഷനാണത്. അത് നമ്മൾ സബ് ബോർഡിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1, 2, 3, 4 അഞ്ചാമത്തെ പോയിന്റ്, ഈ അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടെസ്റ്റ് പോയിന്റ് ഉണ്ട്, സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 7ാമത്തെ പോയിന്റ്, അല്ലെങ്കിൽ 5, 6, 7, ഈ 7ാമത്തെ പോയിന്റിലും അത് ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലൈനിലും ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് അവ തമ്മിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് സബ് ബോർഡിൽ ഇതുപോലെ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ കണക്ടറിലും അതേപോലെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഡിസ്പ്ലേ കണക്ടറിൽ നോക്കുകയാണ്, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് 5ാമത്തെ പോയിന്റിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7ാമത്തെ പോയിന്റുമായിട്ട് ജമ്പർ ചെയ്യുക. കൂടുതൽ ആളുകളും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആളുകൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പം ഇതാണ് എങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റൊരു നേരത്ത് ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ഡിസ്പ്ലേ എന്തെങ്കിലും പൊട്ടിയിട്ടോ ഡാമേജോ ആയി കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ മാറേണ്ടി വരികയാണെങ്കിൽ ഈ ഒരു ജമ്പർ ഉണ്ടല്ലോ, ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇതോടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു കണക്ഷൻ ഓൾറെഡി ഡിസ്കണക്ട് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു വയർ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് ഫിക്സ് ആയോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തും കൂടി കൊടുക്കാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ കണക്ട് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേൻ്റെ കണക്ടറിൻ്റെ ആ സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലെക്സ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇനി കണക്ടർ നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ബാറ്ററിയും നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു ഫോണൊന്ന് ഓണാക്കി നോക്കട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതാ പവർ ഷോർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ഓണായി വരുമോ ഇല്ലേ, പഴയ കണ്ടീഷൻ തന്നെയാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ സാംസങ്ങിൻ്റെ ആ ഒരു സെക്കൻഡ് ലോഗോയിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ലോഗോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് മുമ്പ് നേരെ ബ്ലാങ്ക് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ എന്തായിട്ടുണ്ട്, മെനു വരെ ഓപ്പണായി വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ 2 കണക്ഷൻ ഷോർട്ട് ചെയ്തല്ലോ. അപ്പോൾ ആ ഒരു 2 കണക്ഷൻ ഏതാണെന്നും അത് ഷോർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിലും മറ്റുള്ള ടെക്നീഷ്യന്മാർക്ക് ഈ ഒരു പറഞ്ഞ ഈ ഒരു കണ്ടന്റ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഓൾറെഡി ഈ ഒരു വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഡിസ്പ്ലേ മെത്തേഡാണോ സബ് ബോർഡ് മെത്തേഡാണോ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.